പപ്പ, നമ്മളെ തളങ്കര എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ എന്ത് പറയണ്ടേ, നമ്മളെ മാലിക് പള്ളി ആയെങ്കിലും മറ്റു ചില മഹത്വങ്ങളായാലും എല്ലാം നല്ലതായിരിക്കും. പക്ഷെ എന്നാ പോലും ഞാൻ എന്റെ ചില ചങ്ങാതിമാർ പറയുന്നത് എല്ലാം തെറ്റിദ്ധരിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ തളങ്കരയെ കൊള്ളാത്തൊരു സ്ഥലം മാതിരി. എന്തുകൊണ്ടാണ്? ശരിയാണ്, തളങ്കര എന്തുകൊണ്ടോ തളങ്കര തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണ് കാരണം എന്ന ചോദ്യത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരം ഇല്ലതാനും. എന്തുകൊണ്ടാണ് തളങ്കരയെ ചിലരെങ്കിലും തെറ്റായ ധാരണയോടെ കാണുന്നത് എന്ന ചോദ്യം പഠിക്കേണ്ട വിഷയമാണ്. തളങ്കരയുടെ ക്രൈം ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ കൊലപാതകങ്ങൾ പോലും വളരെ കുറവാണ് മറ്റു ചില പ്രദേശങ്ങളെ അപേക്ഷിച്ച് തളങ്കരയിൽ. ആത്മഹത്യ വളരെ അപൂർവവും. ക്രൈം എന്നുള്ള സംഭവങ്ങൾ മറ്റു പല പ്രദേശങ്ങളെ കുറിച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ തളങ്കരയിൽ വളരെ കുറവാണ്. പക്ഷെ എന്നിട്ടും തളങ്കരയെ എന്തിനാണ് തളങ്കരയെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയോട് കൂടിയുള്ള കണ്ണോടെ കാണുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ല. തളങ്കര ഒരുപാട് മഹത്വമുള്ള നാടാണ്. തളങ്കര മതമൈത്രിയുടെ രീറ്റിലമാണ് എന്ന് പറഞ്ഞാലും തെറ്റാവില്ല. കാരണം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളെ സ്വീകരിച്ച കാലം മുതൽ, ഇളനീർ കൊടുത്ത് സ്വീകരിച്ച കാലം മുതൽ ഇന്നത്തെ കാലം വരെ പരിശോധിക്കുമ്പോൾ പരസ്പരം സ്നേഹത്തിന്റെ ഒരു വലിയൊരു മണ്ണാണ് തളങ്കര എന്ന് പറയുന്നത്. തളങ്കരയിൽ മുസ്ലിം മസ്ജിദുകൾ മാത്രമല്ല, 20ഓളം മസ്ജിദുകളുണ്ട്. അതിനു പുറമെ ഒരുപാട് ക്ഷേത്രങ്ങൾ, 7ഓളം പ്രധാന ക്ഷേത്രങ്ങളുള്ള ഒരു മണ്ണാണ് തളങ്കര. തളങ്കര പാലക്കുന്ന് ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് 2000 വർഷത്തിന് കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രമാണ്. നല്ല സൗഹാർദ്ദത്തിലാണ്, പരസ്പര സ്നേഹത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞു പോകുന്നുള്ളത്. നല്ല മതമൈത്രിയുടെ എല്ലാ വിളംബവും തളങ്കരയിൽ കാണുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടോ തളങ്കരയെ മറ്റൊരു തരത്തിൽ കാണുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു പോകുന്ന, തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു സംഭവം നമുക്കിടയിലുണ്ട്. തളങ്കരയുടെ മഹത്വം അത് ചില്ലറയല്ല, അത് വളരെ പുകൾപ്പെട്ടതാണ്. തളങ്കര മികച്ച രീതിയിൽ പല സംഭവങ്ങളും തളങ്കരയിൽ കൊണ്ടാടപ്പെട്ടിട്ടുണ്ട്. ഞാൻ 2 കഥകൾ മാത്രം പറയാം. ആ 2 കഥകൾ എന്താണ് എന്ന് വിശദീകരിക്കുമ്പോൾ തളങ്കരയുടെ മഹത്വം, തളങ്കരയുടെ ഗരിമ, തളങ്കരയുടെ പെരുമ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് പപ്പ 2 കാര്യങ്ങൾ? എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാനുണ്ട്. നമുക്ക് 50 വർഷം അപ്പുറത്തേക്ക് പോകാം. 1974 കാലം. ഉബൈദ് മാഷ് മരിച്ചിട്ട് 2 വർഷം ആവുന്നതേ ഉള്ളൂ. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 34ാമത് സമ്മേളനം ഉബൈദ് മാഷിനോടുള്ള ആദരസൂചകമായിട്ട്, ഉബൈദ് മാഷിനുള്ള സമർപ്പണമായിട്ട് നടന്നത് തളങ്കരയിലാണ്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സമ്മേളനം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സമ്മേളനമാണത്. സാഹിത്യകാരന്മാർ, കേരളത്തിലെ എണ്ണപ്പെട്ട പേരെടുത്ത ഏറ്റവും മേലത്തട്ടിലുള്ള സാഹിത്യകാരന്മാർ സംഗമിക്കുന്ന സമ്മേളനമാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് സമ്മേളനം എന്ന് പറയുന്നത്. അത് 1974 ഉബൈദ് മാഷിനോടുള്ള സ്മാരകമായിട്ട് 1974 ഫെബ്രുവരി 20 മുതൽ 4 ദിവസം തളങ്കരയിൽ നടക്കുന്നു. തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂളിലാണ് അതിന് വേദി നിശ്ചയിക്കുന്നത്. അപ്പോഴേക്കും കേരളം മൊത്തം ചർച്ച ചെയ്തു, കാസർഗോഡ് തളങ്കരയിലാണോ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, തളങ്കരയിൽ വേണോ, തളങ്കരയിൽ പരിപാടി വിജയിക്കുമെന്നൊക്കെ ചർച്ചയുണ്ടായി. കേരളത്തിലെ സാഹിത്യകാരന്മാർക്കിടയിലും ആ ചർച്ചകൾ എത്തി. പക്ഷേ തളങ്കര സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 34ാമത് സമ്മേളനത്തെ തളങ്കരയിലേക്ക് വളരെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുകയായിരുന്നു. സമ്മേളന തീയതി എത്തി. അഴീക്കോട് മാഷും CP സീതനുമായിരുന്നു മുഖ്യ സംഘാടകർ. KS അബ്ദുല്ല സാഹിബ് സംഘാടക സമിതി ചെയർമാനും. ജരാസന്ധനാണ് ബംഗാളിലെ പ്രശസ്തനായിട്ടുള്ള കവി, ഇന്ത്യയാകെ അറിയപ്പെടുന്ന ജരാസന്ധനാണ് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തത്. ആ സമ്മേളനത്തിലേക്ക് തകഴി വന്നു, മുണ്ടശ്ശേരി മാഷ് വന്നു, ONV വന്നു, ശിവരാമകാറന്ത് വന്നു, MT വന്നു, അതുപോലെ തന്നെ ഉറൂബ് വന്നു, കോവിലൻ വന്നു. ഒരുപാട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സാഹിത്യനായകന്മാരുടെ ഒരു പട തന്നെ കാസർഗോട്ടേക്ക് ഒഴുകി വന്ന, തളങ്കരയുടെ മുസ്ലിം ഹൈസ്കൂൾ അങ്കണത്തിലേക്ക് ഒഴുകി വന്ന ഒരു സമ്മേളനമായിരുന്നു അത്. ഈ പരിപാടി വളരെ വിജയമായി കൊണ്ടാടപ്പെട്ടു. കേരളത്തിന്റെ ചരിത്രത്തിലെ, സാംസ്കാരിക ചരിത്രത്തിലെ, അല്ലെങ്കിൽ പരിഷത്ത് സമ്മേളനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിട്ട് തളങ്കര പരിഷത്ത് സമ്മേളനം അറിയപ്പെട്ടു. അത്രമാത്രം വലിയ സ്വീകാര്യതയും അത്രമാത്രം വലിയ ഒരുക്കങ്ങളും അത്രമാത്രം നല്ല സംഘാടനവുമായി തളങ്കര സംഘടിപ്പിച്ചത്. KS അബ്ദുല്ല സാഹിബായിരുന്നു അതിന്റെ ചെയർമാൻ. അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ട ഒരു സമ്മേളനം കേരളം ആകെ വലിയ ചർച്ചയായി. കാസർഗോഡ് തളങ്കരയിൽ നടന്ന സമ്മേളനമാണ്
സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ സമ്മേളനങ്ങളെന്ന് പ്രൊഫസർ സുകുമാർ അഴീക്കോട് മാഷ് അദ്ദേഹം കുറിപ്പുകൾ എഴുതുകയുണ്ടായി, പത്രങ്ങൾ എഴുതുകയുണ്ടായി. അങ്ങനെ സ്വീകരിക്കപ്പെട്ട ഒരു മണ്ണാണ് തളങ്കര എന്ന് പറയുന്നത്. 74 അങ്ങനെ ഒരു സമ്മേളനം കൂടി നടന്നിരുന്നു. പക്ഷെ അതാർക്കും അറിയില്ല. എല്ലാവർക്കും തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. കറക്റ്റാണ്. നമ്മള് വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നു. ചെറിയ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള സംഭവങ്ങളെ എടുത്തു കാട്ടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ മറ്റൊരു സംഭവം പറയാം. അതിപ്പോൾ നമ്മൾ 2016 വരാം. കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ക്ലാസ്മേറ്റ് സംഗമം എന്ന് പറയാവുന്നത് നടന്നത് തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂളിലാണ്. തളങ്കര സ്കൂളിലെ 1991 ബാച്ച് 2016 ജനുവരിയിൽ സംഘടിപ്പിച്ച ക്ലാസ്മേറ്റ് സംഗമം അത് കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ്? ആ സംഗമത്തിൽ 2016 1991 തളങ്കര സ്കൂൾ SSLC ബാച്ച് സംഘടിപ്പിച്ച ആ ക്ലാസ്മേറ്റ് സംഗമത്തിൽ NS മാധവൻ വന്നു, ലാൽ ജോസ് വന്നു, UA ഖാദർ വന്നു, ലോകപ്രശസ്ത ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി വന്നു. അതുപോലെ തന്നെ അക്കാലത്തെ DGP ജേക്കബ് തോമസ് സാർ വന്നു, ബാര ഭാസ്കരൻ വന്നു, മുരുകൻ കാട്ടാക്കട വന്നു, ഫൈസൽ എളേറ്റിൽ വന്നു. അങ്ങനെ ഒരുപാട് സാഹിത്യ, സാംസ്കാരിക, സിനിമാ മേഖലകളിൽ ഒരുപാട് പ്രമുഖർ സംബന്ധിച്ച ഒരു സംഗമമായിരുന്നു 2016 തളങ്കര സ്കൂളിൽ നടന്ന തിരുമുറ്റത്ത് എന്ന പേരിൽ നടന്ന സംഗമം. ഈ സംഗമം വലിയൊരു വിജയമായി, വലിയ തോതിൽ അത് കൊണ്ടാടപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു ഇനം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ കുട്ടികൾ പഴയ കാലത്ത് തങ്ങളുടെ അധ്യാപകരെയും അധ്യാപികമാരെയും ആദരിച്ച ഗുരു ആദരം എന്ന പരിപാടിയായിരുന്നു. ഈ ഗുരു ആദരം പരിപാടിയിൽ അധ്യാപകരെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ലാൽ ജോസ് കൊച്ചിയിൽ നിന്ന് വരുന്നത്. ലാൽ ജോസിനെ തന്നെ ഈ പരിപാടിക്ക് വേണമെന്ന് സംഘാടകർ ആഗ്രഹിക്കുന്നു. സംഘാടകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാസർഗോട്ടെ പ്രശസ്ത പ്രമുഖ ഹോട്ടലായ റെസ്റ്റോറൻ്റായ വൈസ്രോയ് ഹോട്ടലിന്റെ ഉടമകളിൽ ഒരാളായ ഷുഹൈബും അതുപോലെ തന്നെ പ്രമുഖ ക്രിക്കറ്റ് കളിക്കാരനും അതുപോലെ തന്നെ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹികളിൽ ഒരാളായ നൗഫൽ തളങ്കരയും ഒക്കെ അടങ്ങുന്ന ആ ബാച്ച് ടീമാണ്. അവർക്ക് വലിയ ആഗ്രഹമാണ് ക്ലാസ്മേറ്റ്സ് എന്ന തീം കൊണ്ടുവന്ന ലാൽ ജോസിനെ തന്നെ കാസർഗോഡ് തളങ്കരയിൽ കൊണ്ടുവന്ന് ഈ ഗുരുനാഥന്മാരെ ആദരിക്കണമെന്നത്. പക്ഷെ ലാൽ ജോസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം കാസർഗോട്ടേക്ക് വരാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിന് സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളുണ്ട്. പക്ഷേ സംഘാടകർക്ക് വലിയ നിർബന്ധം ലാൽ ജോസിനെ കൊണ്ടുവന്ന് തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കുമെന്ന്. അങ്ങനെ ലാൽ ജോസിന്റെ സുഹൃത്തു കൂടിയായ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കഥാകൃത്ത് കൂടിയായിട്ടുള്ള ഇക്ബാൽ കുറ്റിപ്പുറത്തെ ഇവർ ബന്ധപ്പെടുന്നു. ഇക്ബാൽ ലാൽ ജോസിനെ ബന്ധപ്പെടുന്നു, ലാൽ ജോസിനെ നിർബന്ധിക്കുന്നു. ഒടുവിൽ കാസർഗോഡ് തളങ്കരയിലേക്ക് വരാൻ ഈ പ്രശസ്തനായ സംവിധായകൻ ലാൽ ജോസ് തയ്യാറാവുന്നു. പക്ഷെ അദ്ദേഹം വെച്ച ഒരു ഡിമാൻഡ് ഉണ്ട്. 2 മണിക്കൂർ മാത്രമേ ഞാൻ പരിപാടിയിൽ പങ്കെടുക്കുകയുള്ളൂ. ഈ 2 മണിക്കൂർ പരിപാടിക്ക് ഇക്ബാൽ കുറ്റിപ്പുറത്ത് വഴി അദ്ദേഹം ആവശ്യപ്പെട്ടത് 2 ലക്ഷം രൂപയാണ്. ലാൽ ജോസിന് കാസർഗോഡ് വന്ന് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ നൽകണം. സംഘാടകർക്ക് സന്തോഷമാണ്. കാരണം ലാൽ ജോസിനെ കിട്ടുക എന്നുള്ളത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അവർ സമ്മതിക്കുന്നു. ലാൽ ജോസ് കാസർഗോട്ടേക്ക് വരുന്നു. എല്ലാവരും കാസർഗോട്ടേക്ക് വരുന്നു. തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂളിൽ ജനുവരി 8 2016 ജനുവരി 8 വലിയ മാമാങ്കമായിട്ട്, വലിയ കെങ്കേമമായിട്ട് ആ ഗുരുവാദര പരിപാടി നടക്കുന്നു. പിറ്റേന്ന് രാവിലെ ലാൽ ജോസിന് മടങ്ങണം. അന്ന് രാത്രി തന്നെ ഈ ഗുരുവാദരം പരിപാടി കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഈ ഷുഹൈബും നൗഫലും ഒക്കെ ലാൽ ജോസിന്റെ നേരത്തെ സമ്മതിച്ച തുക സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം താമസിച്ച ഹോട്ടലിലേക്ക് പോകുന്നു. ലാൽ ജോസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഷുഹൈബിനെ മുമ്പിലിരുത്തുന്നു. ഷുഹൈബിനോട് ഒരുപാട് സംസാരിക്കുന്നു. ഇവർക്കാണെങ്കിൽ പെട്ടെന്ന് തിരികെ വരണം. കാരണം ഈ ഗുരുവാദരത്തിൽ പങ്കെടുത്ത അധ്യാപകരെയൊക്കെ ട്രെയിനിൽ കയറ്റി യാത്രയാക്കാനുണ്ട്. ഗുരുവാദരം പരിപാടി ഏതാണ്ട് 4.5 മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു. അവര് 2 മണിക്കൂറാണ് ലാൽ ജോസ് ഈ പരിപാടിക്ക് വേണ്ടി വരാന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഏതാണ്ട് 4.5 മണിക്കൂർ 5 മണിക്കൂർ അദ്ദേഹം ആ കടമ, ആ ഉത്തരവാദിത്വം, ആ വലിയ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം നിർവഹിച്ചു. വളരെ സന്തോഷകരമായിട്ട് ഗുരുനാഥന്മാരോടുള്ള അദ്ദേഹത്തിന്റെ സകല സ്നേഹവും ഒഴുകുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി വളരെ സന്തോഷത്തോടെ അദ്ദേഹം എല്ലാവരെയും ആദരിച്ചു. ലാൽ ജോസിന്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ അധ്യാപക ദമ്പതികളുടെ ഒരു മകൻ എന്ന നിലയിൽ ലാൽ ജോസിന് അറിയാം ഓരോ അധ്യാപകരുടെയും മഹത്വം എന്നുള്ളത്. അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് ലാൽ ജോസ് ആ പരിപാടി നിർവഹിച്ചത്.
അത് അവിടെ തിങ്ങിക്കൂടിയ തളങ്കര ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂൾ അങ്കണത്തിൽ തിങ്ങിക്കൂടിയ നൂറുകണക്കിന് ഏതാണ്ട് 1000-ലധികം വരുന്ന ജനക്കൂട്ടം വളരെ ആസ്വദിച്ചാണ് ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. അങ്ങനെ ഷുഹൈബും നൗഫലും ചെക്ക് എടുക്കുന്നു. ലാൽ ജോസിനോട് ചോദിക്കുന്നു, സാറേ എത്രയാണ് ചെക്ക് എഴുതേണ്ടത്? ലാൽ ജോസ് പറയുന്നു, 2 മണിക്കൂറിലേക്ക് എന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. ആ പരിപാടി തന്നെ ഏതാണ്ട് 5 മണിക്കൂറോളം നീണ്ടുന്നു. അതുകൊണ്ട് നിങ്ങൾ എഴുതിക്കോ എന്ന് അറിയുന്നു. അപ്പൊ അവര് വീണ്ടും ചോദിക്കുന്നു, 2 ലക്ഷമാണ് ഞങ്ങൾ ഇക്ബാൽ കുറ്റിപ്പുറത്തോട് പറഞ്ഞത്, ഞങ്ങളൊരു 3 ലക്ഷം എഴുതട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ലാൽ ജോസ് ഇങ്ങനെ ചോദിക്കുകയാണ്, 3 ലക്ഷം മതിയോ എന്ന്. 3 ലക്ഷം മതിയോ എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. ഇവരാണെങ്കിൽ എന്താണ് വളരെ സന്തോഷത്തിനാണ് ഉള്ളത്. കാരണം ഈ പരിപാടിയുടെ മഹത്തരമായിട്ടുള്ള ഈ വിജയം കണ്ടിട്ട് അവർ വളരെ സന്തോഷത്തിലാണുള്ളത്. അവർ ഇത്ര കൊടുക്കാൻ തയ്യാറാണ്. കാരണം ആ പരിപാടി ഏറ്റവും മനോഹരമായി വളരെ ഭംഗിയായി നിർവഹിച്ച പ്രിയപ്പെട്ട സംവിധായകന് അവർ എന്തും നൽകാൻ തയ്യാറാണ്. അങ്ങനെ അവര് 5 ലക്ഷം രൂപ എഴുതുന്നു. ഈ 5 ലക്ഷം രൂപ എഴുതി ഈ ചെക്ക് ഏറെ സന്തോഷത്തോടെ ലാൽ ജോസിനെ ഏൽപ്പിക്കുന്നു. ലാൽ ജോസ് ആ ചെക്ക് വാങ്ങുന്നു, അത് മടക്കി വെക്കുന്നു. പിന്നെയും ഒരുപാട് നേരം ഇവർ സംസാരിക്കുന്നു. ഷുഹൈബിനോടും നൗഫലിനോടൊക്കെ സംസാരിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് തളങ്കരയുടെ മഹത്വത്തെക്കുറിച്ചാണ്. ഇങ്ങനെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു സമൂഹത്തിന്റെ, ഒരു നാടിന്റെ മേന്മയെയും ഹൃദയ നൈർമല്യത്തെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഷുഹൈബിനെയൊക്കെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നു. ഇതിനൊക്കെ നിങ്ങൾക്ക് മനസ്സുണ്ടായത്, സമയമുണ്ടായത്, ഇതിനു വേണ്ടി വലിയ കാശ് ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറായത് നിങ്ങളുടെയൊക്കെ മഹത്വമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ഇവർ പിരിയാൻ നേരത്ത് ലാൽ ജോസ് ഷുഹൈബിനോട് പേന വാങ്ങുന്നു. ചെക്ക് എഴുതി കൊടുത്ത പേന വാങ്ങുന്നു. ആ പേന വാങ്ങിയിട്ട് ലാൽ ജോസ് അതിനെ ചെക്കിനെ വെട്ടിയിട്ട് തിരികെ ഏൽപ്പിക്കുന്നു. എനിക്ക് ഒരു പ്രതിഫലവും വേണ്ട, 5 ലക്ഷം രൂപയാണ് ഒരു സംവിധായകൻ തിരികെ നൽകുന്നത്. എന്തുകൊണ്ടാണ് സാറേ എന്ന് ചോദിച്ചപ്പോൾ ലാൽ ജോസ് പറയുന്ന ഒരു വാക്കുകളുണ്ട്. ലാൽ ജോസ് പറയാണ്, നിങ്ങളുടെ നാട് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. തളങ്കര എന്നെ വളരെ സന്തോഷിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെ അധ്യാപകരെ, ഒരു സമൂഹത്തെ, ഗുരുനാഥന്മാരെ തങ്ങൾക്ക് മുമ്പിൽ കൈപിടിച്ച് നടത്തിയവരൊക്കെ ഇങ്ങനെ മാത്രം ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു നാട്. ആ നാടിനെ കണ്ടപ്പോൾ, ആ നാടിന്റെ സ്നേഹം കണ്ടപ്പോൾ, ആ നാടിന്റെ കയ്യടി കണ്ടപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും ഓർത്തുപോയി. അവർ അധ്യാപകരാണ്. അവര് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു സമൂഹം, ഒരു നാട് ഗുരുക്കന്മാരെ ആദരിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ഈ തുകയൊന്നുമല്ല. ഓരോ അധ്യാപകരെയും ഞാൻ ആദരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് എൻ്റെ ചുമലുകളിലേക്ക് ചൊരിഞ്ഞ അനേകം നക്ഷത്രങ്ങളുണ്ട്. അത് സന്തോഷത്തിന്റെയും വലിയ പ്രതിഫലങ്ങളുടെയും നക്ഷത്രങ്ങളാണ് എൻ്റെ തോളുകളിൽ വന്നു വീണത്. എനിക്ക് ഈ ആദരം പരിപാടി, ഇത്രയും ഗുരുനാഥന്മാരെ എവിടെ നിന്നൊക്കെ വന്ന, തിരുവനന്തപുരത്ത് നിന്ന് അടക്കം വന്ന ഈ ഗുരുനാഥന്മാരെ ആദരിക്കാനുള്ള അവസരം, അപൂർവ ഭാഗ്യമുണ്ടായത് എനിക്കാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവരോട് സന്തോഷം പങ്കുവയ്ക്കുകയാണ്, ഇവരെ കെട്ടിപ്പിടിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്ന ഈ അവസരം തന്നെയാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും, തളങ്കര എനിക്ക് തരുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞ് ലാൽ ജോസ് ആ തുക തിരികെ നൽകുകയാണ്. ഇതാണ് തളങ്കര എന്ന് പറയുന്നത്, തളങ്കരയുടെ മഹത്വം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നീട് ലാൽ ജോസ്, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നീട് ലാൽ ജോസ് തളങ്കരയുടെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ട് മാറി. ലാൽ ജോസ് പലതവണ തളങ്കരയിൽ വന്നു. ഷുഹൈബിന്റെ നേതൃത്വത്തിലുള്ള ട്രീ എന്ന കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പലതവണ വന്നു. നിരവധി തവണ അദ്ദേഹം ഷുഹൈബിന്റെ വീട് സന്ദർശിക്കുന്നു. കാസർഗോട്ടേക്ക് അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ ലാൽ ജോസ് തളങ്കരയിലെത്തുന്നു. ഇവിടെ തങ്ങുന്നു, ഇവിടെ താമസിക്കുന്നു. ഈ തളങ്കരയുടെ സുഗന്ധം അദ്ദേഹം ഇങ്ങനെ യഥേഷ്ടം അനുഭവിക്കുന്നു. അങ്ങനെയുള്ള ഒരു നാട്, സ്നേഹം കൊണ്ട് വീർപ്പിമുട്ടിക്കുന്ന നാട്, ആതിഥേയത്വം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ എസ് അബ്ദുല്ല അടക്കമുള്ളവരുടെ നാട്. ഈ നാടിനെ നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചു പോകുന്നത്? ടി ഉബൈദ മാഷ് പാടി ഉണർത്തിയ, ടി ഉബൈദ മാഷ് സാംസ്കാരികമായി വളർത്തിക്കൊണ്ടുവന്ന ഹാസി അബ്ദുല്ല ഹാജി അടക്കമുള്ളവർ, കെ എം അഹമ്മദ് മാഷ് അടക്കമുള്ളവർ, ടി എ ഇബ്രാഹിം സാഹിബ് അടക്കമുള്ളവർ വളർത്തിക്കൊണ്ടുവന്ന ഈ മണ്ണ്, തളങ്കരയുടെ മണ്ണ്, ഇവിടെ സ്നേഹമാണ്, സൗഹൃദമാണ്. ഇവിടെ പുറം ലോകം തെറ്റിദ്ധരിക്കപ്പെടുന്നത് പോലെ ഒന്നുമില്ല. ഈ മണ്ണ് ശാന്തമാണ്, സ്നേഹത്തിന്റെ ഭൂമികയാണ്, മതമൈത്രിയുടെ വെള്ളനിലമാണ് തളങ്കര. താങ്ക് യു പാപ്പ. ഇത്രയും എന്താ പറയണ്ടേ അനുഭവങ്ങൾ ഈ തളങ്കര, അതായത് ഇത്രയും മഹത്വമുള്ള ഈ തളങ്കരയിൽ ജനിച്ചെന്നുള്ളത് തന്നെ എനിക്കൊരു അഭിമാനമായിട്ടാണ് ഇപ്പൊ മാറിയിട്ടുണ്ട്. അത്രയും സന്തോഷമാണ്.
ഇനി എനിക്ക് എന്റെ കൂട്ടുകാരോട് പറയണം എന്റെ നാട് വേറെ ഒരു നാടല്ല എന്നുള്ളത്. വെരി ഗുഡ്. ഇത് മാത്രമായില്ല, ഇനിയുണ്ട് തളങ്കരയെ കുറിച്ച്. തളങ്കരയുടെ മഹത്വം, തളങ്കരയുടെ ഗരിമ, തളങ്കരയുടെ സൗഹൃദം, തളങ്കരയുടെ സ്നേഹം ഒക്കെ ഇനിയും നമുക്ക് പങ്കുവയ്ക്കാം.